അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഭാരതത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിമീങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ അല്പം എനിക്ക് സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് സ്വാതന്ത്ര്യദിനം എന്നുള്ളത് വെറും ഒരു ആഘോഷമായി മാത്രം നാം കാണരുത്. മടക്കി വെച്ച പുസ്തകങ്ങൾ മറിച്ചുകൊണ്ട് നമ്മുടെ മുമ്പുള്ള ഗാന്ധിജിയും നെഹ്റു, അതുപോലെ മൗലാന ജൗഹർ അലി സാഹിബും മമ്പുറം തങ്ങളും ഇവരുടെ ചരിത്രങ്ങളെല്ലാം നാം വായിച്ചെടുക്കേണ്ടതുണ്ട്. 7.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒട്ടനേകം സമരസേനാനികളുടെ ധീരമായ പരിശ്രമത്തിനൊടുവിലാണ് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഏതെങ്കിലും ഒരു മതനേതാക്കളല്ല സ്വാതന്ത്ര്യ സമരത്തിന് ചുക്കാൻ പിടിച്ചത്, മറിച്ച് എല്ലാ മതത്തിലുള്ള നേതാക്കളും അതിനു മുമ്പിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, സ്വാതന്ത്ര്യ സമരത്തിന് ചുക്കാൻ പിടിച്ച മഹോന്നതരായ മുസ്ലിം നേതാക്കളെല്ലാം ദേശവിരുദ്ധരായി ചിത്രീകരിച്ചുകൊണ്ടും മറ്റു ചിലരെ അവഗണിച്ചുകൊണ്ടും സ്വാതന്ത്ര്യ സമരത്തെ പച്ചയായി വ്യഭിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളല്ല എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇന്ന് ആളുകൾ വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എണ്ണമറ്റ മുസ്ലിം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വീരമായ ചരിത്രം ഇന്ന് സത്യചരിത്രത്താളുകളിൽ എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിക്കൊപ്പം സമരപാതയിൽ സുസജ്ജനായ ഒരു പോരാളിയായിരുന്നു മഹാനായ മുഹമ്മദ് അലി ജൗഹർ സാഹിബ്. മുഹമ്മദ് അലി ജൗഹർ സാഹിബ് ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കി ഗർജിച്ച ഒരു ചരിത്രമുണ്ട്. ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മുഹമ്മദ് അലി ജൗഹർ സാഹിബ് പറയുകയാണ്, സ്വാതന്ത്ര്യം എന്റെ കയ്യിൽ നൽകാതെ ഞാൻ ഈ രാജ്യം വിട്ടുപോകില്ല. അടിമരാജ്യത്ത് മരിക്കാൻ ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അടിമരാജ്യത്തേക്കാൾ നല്ലത് സ്വതന്ത്രമായ ഈ രാജ്യമാണ്. സ്വാതന്ത്ര്യം തരാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഈ വിദേശ രാജ്യത്ത് എനിക്ക് ഒരു 6 അടി മണ്ണ് തരൂ എന്ന് മുഹമ്മദ് അലി ജൗഹർ സാഹിബ് ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കി പറയുകയാണ്. ഇദ്ദേഹത്തിന്റെ സഹോദരനായിരുന്ന മൗലാന ഷൗക്കത്ത് അലി സാഹിബും ഇവരെ രണ്ടുപേരെയും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്മരിക്കാതിരിക്കാൻ പറ്റില്ല. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നായകനായി അവസാന നിമിഷം വരെ ബ്രിട്ടീഷുകാരുടെ ക്രൂരതക്കെതിരെ പോരാടിയ ഒരു മഹാനായ വ്യക്തിയായിരുന്നു മഹാനായ ഷൗക്കത്ത് അലി സാഹിബ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മറ്റൊരു വ്യക്തിയായിരുന്നു ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താൻ എന്ന മഹാമനുഷ്യനെ ഓർക്കുക. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ടിപ്പു സുൽത്താനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ടിപ്പു സുൽത്താന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം, അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. ടിപ്പു സുൽത്താനെ കുറിച്ച് ഒരുപാട്
വ്യാജ വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം മന്ത്രി പോലും, ടിപ്പു സുൽത്താന്റെ സ്വന്തം മന്ത്രി പോലും ഹിന്ദുവായിരുന്നു. ശ്രീലങ്ക കോട്ടയിലും മറ്റും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിനായി ടിപ്പു സുൽത്താൻ നേതൃത്വം നൽകിയതായും പറയുന്നു. മൈസൂരിലെ ഒട്ടനവധി ചർച്ച് നിർമ്മാണവും മതസൗഹാർദ്ദത്തിന്റെ മലർമുല്യവുമായിരുന്നു ടിപ്പു സുൽത്താൻ എന്ന് ചരിത്രത്താളുകൾ അടയാളപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് വിരോധിക്കുന്നവർ മനസ്സിലാക്കിയാൽ മാത്രമേ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വലിയൊരു അപകടത്തെ നമ്മുടെ ഈ സമൂഹത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവപൂർവ്വം ഈ വിഷയത്തെ ഉണർത്തിക്കൊടുക്കുവാൻ തയ്യാറാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.